السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. باب النهي عن نتف الشيب من اللحية والرأس وغيرهما وعن نتف الأمرد شعر لحيته عند അവലി തുലൂഇഹി. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, റിയാദു സാലിഹീനിൽ സത്യവിശ്വാസികളായ ആളുകൾ അവരുടെ ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന മര്യാദകളും അവരുടെ ജീവിതത്തിൽ എന്നവർ നിർബന്ധമായും ഒഴിവാക്കേണ്ടവയും ഒഴിവാക്കൽ അഭികാമ്യമായതുമായ കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന അധ്യായങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കേട്ട അധ്യായം ബാബുന്നഹി അൻ നത്ഫി ശൈബി. നത്ഫ് എന്ന് പറഞ്ഞാൽ പിഴുതെടുക്കുക എന്നാണ് അർത്ഥം. നത്ഫ് പറിച്ചെടുക്കുക, പിഴുതെടുക്കുക. അശൈബി നെര പിഴുതെടുക്കുക, നരച്ച മുടി പിഴുതെടുക്കുക, പറിച്ചെടുക്കുക, പ്ലക്ക് ചെയ്യുക. മിനൽ ലിഹ്യത്തി താടിയിൽ നിന്നും, വർറഅ്സി തലയിൽ നിന്നും, വഗൈരിഹിമ അവയല്ലാത്ത ഇടങ്ങളിൽ നിന്നും നരച്ച മുടി പറിച്ചെടുക്കുക, പിഴുതെടുക്കുക എന്നുള്ളത് വിരോധിക്കപ്പെട്ട കാര്യമാണ് എന്ന് പറയുന്ന അധ്യായം. അതിനോട് ചേർത്തുകൊണ്ട് തന്നെ പറയുന്നു വഅൻ നത്ഫിൽ അംറദി. അമ്രദ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, താടിയും മീശയും ഒക്കെ മുളച്ചു വരുന്ന ഒരു പ്രായമാണ്. അങ്ങനെയുള്ള ആ പ്രായത്തിലുള്ള ആളുകൾക്കാണ് അമ്രദ് എന്ന് പറയുക. അവരും പിഴുതെടുക്കുന്നത് വിരോധിക്കപ്പെട്ടതാണ്. ശഅറ ലിഹ്യത്തിഹി ആദ്യമായി മുളച്ചു വരുന്ന താടി, ഇന്ദ അവലി തുലൂഇഹി അത് തുടങ്ങുന്ന ഘട്ടത്തിൽ. അവ്വലു തുലൂഅ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ മുളച്ചു വരുന്ന ഘട്ടത്തിൽ തന്നെ താടി അവൻ പിഴുതെടുക്കുക എന്നുള്ളത് ആ പ്രായക്കാർക്കും പാടില്ലാത്ത സംഗതിയാകുന്നു. ഇതാണ് ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. ഇപ്പം രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന്, പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ ആരായിരുന്നാലും അവരുടെ ശരീരത്തിൽ നിന്ന്, തലയിൽ നിന്ന്, പുരുഷന്മാരവരുടെ താടിയിൽ നിന്നൊക്കെ നരച്ച രോമങ്ങൾ മാത്രം ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് അത് ഇങ്ങനെ പിഴുതെടുക്കുന്ന ഒരു രീതി, അതിനെ സംബന്ധിച്ചാണ് ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത്. അത് ചെറിയവരാകട്ടെ വലിയവരാകട്ടെ ആരായിരുന്നാലും. ചെറിയവരാകട്ടെ എന്ന് പറയാൻ എന്താ കാരണം? ഇത് വിശദീകരിച്ചിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു, ഫനത്ഫു ശൈബി വലൗ ളഹറ മുബക്കിറൻ ഫഇന്ന ദാലിക ലാ യസൂ. നമ്മൾ പറയുന്ന അകാല നര അല്ലെങ്കിൽ ഓമന നര എന്നൊക്കെ നമ്മൾ പറയുന്ന പ്രായമാവാതെ തന്നെ നരക്കുക, അതാണെങ്കിൽ പോലും പിഴുതെടുക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. അതേപോലെ തന്നെ പല ആൺകുട്ടികളും അവരുടേതായ ആ താടിയും മീശയൊക്കെ മുളച്ചു വരുന്ന ഘട്ടത്തിൽ ആദ്യമായി ഉണ്ടാകുന്ന താടി ഇങ്ങനെ പറിച്ചെടുക്കും, പിഴുതെടുക്കുക. അതും പാടില്ലാത്തതാണ്. കാരണം അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് കൃത്യമായി തന്നെ, പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ താടി അവന് പ്രകൃത്യ, അവന് അലങ്കാരമായി അല്ലാഹു നിശ്ചയിച്ചു കൊടുത്തതാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലേക്കും സൂചന നൽകുന്ന നിലക്ക് ഒന്നാമതായി ഇതിൽ മുതിർന്ന ആളുകളെ സംബന്ധിച്ച് തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വരുന്നത്. താടി രോമങ്ങളിൽ നിന്നും മുടിയിൽ നിന്നുമൊക്കെ നരച്ച മുടികൾ പിഴുതെടുക്കുന്ന ഒരു രീതി സാധാരണഗതിയിൽ കണ്ടുവരുന്നതാണ്.
അതിങ്ങനെ നേരെ തുടങ്ങുമ്പോഴേ അത് പ്രായോഗികമാവുള്ളൂ. കുറേ കഴിഞ്ഞിട്ട് പിന്നെ പിഴുതെടുക്കാനേ നേരം ഉണ്ടാവുള്ളൂ, മുഴുവൻ പിഴുതെടുക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഇടക്കും തിലക്കൊക്കെ അങ്ങനെ വരുമ്പോഴാണ് എന്ത് ചെയ്യുക, പതുക്കെ അത് പ്ലക്ക് ചെയ്യുക. അത് പാടില്ലാത്ത സംഗതിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉൾപ്പെടുത്തി അത് കസ് ചെയ്യുന്നത്, തെരഞ്ഞു പിടിച്ചിട്ട് കത്രിക കൊണ്ട് ഇങ്ങനെ തെരഞ്ഞു പിടിച്ചിട്ട് അതിങ്ങനെ കട്ട് ചെയ്യുക, അതും ആ വിഷയത്തിൽ തന്നെ വിരോധിക്കപ്പെട്ട സംഗതിയാണ്. അപ്പം ഇവിടുത്തെ വിരോധത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇത് ഹറാമായ നിലക്കാണോ അതോ ഒഴിവാക്കിയാൽ നല്ലത്, അങ്ങനെ ചെയ്താൽ കടുത്ത ഒരു ശിക്ഷയുള്ള ഹറാമൊന്നുമല്ല എന്നുള്ള നിലക്കുള്ള വിരോധമാണോ, നിരോധിക്കലാണോ എന്നിങ്ങനെയുള്ള ചർച്ച പണ്ഡിത ലോകത്ത് ആദ്യകാലത്തും ആധുനിക കാലത്തും നിലവിലുണ്ട്. അപ്പോൾ ഹെഡിങ്ങിൽ പറഞ്ഞ വിഷയം മനസ്സിലായി. ഒന്ന്, വലിയ ആൾക്കാർ തന്നെ അതാണാവട്ടെ പെണ്ണാവട്ടെ ഇങ്ങനെ നരച്ച രോമം നോക്കി അതിങ്ങനെ പ്ലക്ക് ചെയ്യുകയോ വെട്ടുകയോ ഒക്കെ ചെയ്യുന്നത്. മറ്റൊന്ന്, താടി മീശയൊക്കെ വളർന്നു വരുന്ന ആ ഒരു തുടക്കത്തിൽ തന്നെയുള്ള സമയത്ത് തന്നെ അതങ്ങോട്ട് പിഴുതെടുത്ത് ഒക്കെ മുഖമൊക്കെ ക്ലീനാക്കി അങ്ങനെ വടിച്ച് അല്ലെങ്കിൽ ഒഴിവാക്കുന്ന ഒരു രീതി, അതൊന്നും പാടില്ലാത്ത സംഗതിയാണ്. ഇതാണ് ഹെഡിങ്ങിൽ പറഞ്ഞത്. ഈ വിഷയത്തിൽ 2 ഹദീസുകളാണ്. ഒന്ന് നേർക്ക് നേരെ ബന്ധമുള്ളതും മറ്റൊന്ന് ആ വിഷയത്തിൻ്റെ പ്രാധാന്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന വിധത്തിലുള്ള കാര്യം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഹദീസുമാണ്. ഒന്നാമത്തെ ഹദീസ് ഉദ്ധരിക്കുന്നത് മഹാനായ സഹാബി അംറ് ബിൻ ശുഐബാണ്. അൻ അംറ് ബിൻ ശുഐബിൻ അൻ അബീഹി അൻ ജദ്ദിഹി റളിയല്ലാഹു അൻഹു. കണ്ടോ, അംറ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്ന്, പിതാവ് അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്ന്. അപ്പോൾ പരമ്പരയായിട്ട് അവർ കേൾക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ലാ തൻതിഫു ശൈബ ഫഇന്നഹു നൂറുൽ മുസ്ലിമി യൗമൽ ഖിയാമ. ഹദീസുൻ ഹസനുൻ റവാഹു അബൂ ദാവൂദ് വത്തിർമിദിയു വന്നസായിയു ഖാല തിർമിദിയു ഹുവ ഹദീസുൻ ഹസനുൻ. എന്താണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ലാ തൻതിഫു, നിങ്ങൾ പിഴുതെടുക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞു നതഫ യൻതിഫു, നതഫ യൻതിഫു പ്ലക്ക് ചെയ്യുന്നതിനാണ്, കട്ട് ചെയ്യുന്നതിനല്ല, പ്ലക്ക് ചെയ്യുക, പറിച്ചെടുക്കുക, ആ നിലക്കുള്ള പ്രയോഗമാണത്. ലാ തൻതിഫു, നിങ്ങൾ പിഴുതെടുക്കരുത്, വേരോടെ പിഴുതെടുക്കുക. അശൈബ, നര നിങ്ങൾ പിഴുതെടുക്കരുത്. ഫൈന്നഹു, തീർച്ചയായും ഈ നര എന്ന് പറയുന്നത് നൂറുൽ മുസ്ലിമി, ഒരു മുസ്ലിമിനുള്ള പ്രകാശമാണ്. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. ഒരാൾ നരക്കുക എന്നുള്ളത് അയാൾക്കൊരു മോശത്തരമൊന്നുമല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അത് അയാൾക്ക് പരലോകത്ത് പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണ്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ നിലക്ക് അതിലൂടെ അവൻ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് അങ്ങനെ ആ കാര്യം ചെയ്യാതിരിക്കുന്നതെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അതവന് പരലോകത്ത് പ്രതിഫലാർഹമായ കാര്യമാണ് എന്നാണ് ഈ ഹദീസ് നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ഫൈനഹു നൂറുൽ മുസ്ലിമി യൗമൽ ഖിയാമ. കണ്ടോ, ഖിയാമത്ത് നാളിൽ അത് ഒരു മുസ്ലിമായ മനുഷ്യന് പ്രകാശമാണ് എന്നിവിടെ അതിൻ്റെ കാരണം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിരിക്കുകയാണ്. അപ്പോൾ പല സഹാബിമാരും ചോദിച്ചു, ആളുകൾ അങ്ങനെ പിഴുതെടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവർക്ക് പരലോകത്തുള്ള ഒരു പ്രകാശത്തിനുള്ള അവസരം അവർ ഒഴിവാക്കായിരിക്കും എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു എന്നൊക്കെ ഈ വിഷയത്തിലുള്ള ഹദീസുകളിൽ കാണാൻ സാധിക്കും. മാത്രമല്ല മറ്റ് ചില റിപ്പോർട്ടുകളിൽ കാണാം, മാമിൻ മുസ്ലിമിൻ യശീബു ശൈബത്തൻ ഇല്ലാ കാനത്ത് ലഹു നൂറൻ യൗമൽ ഖിയാമ ഔ റുഫിഅ ബിഹാ ദറജ വകുതിബത് ലഹു ബിഹാ ഹസന വഹുത്ത അൻഹു ബിഹാ ഖതീഅ. മറ്റു ചില റിപ്പോർട്ടുകളിൽ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഏതൊരു മുസ്ലിമായ മനുഷ്യനാവട്ടെ, ഈ ഒരു നല്ല കാര്യം ഒരാൾ അതിൽ സൂക്ഷ്മത പുലർത്തുന്നുവെങ്കിൽ, ഏതൊരു മുസ്ലിമായ വ്യക്തിയാവട്ടെ, യശീബു ശൈബത്തൻ, അയാൾക്ക് നര ബാധിക്കുന്നു. അങ്ങനെ നര ബാധിച്ചാൽ ഇല്ലാ കാനത്ത് ലഹു, അതായിട്ടല്ലാതെ നൂറൻ, ഒരു പ്രകാശമായിരിക്കും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. ഒരു കാര്യം അതാണ് പറഞ്ഞത്.
മറ്റൊന്ന് പറഞ്ഞു 3 പ്രത്യേക ഗുണങ്ങൾ അതിൻ്റെ ശേഷം ചേർത്ത് പറഞ്ഞു. ഔ റുഫിഅ ബിഹാ ദറജ, അത് മുഖേന അവന് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലവും കിട്ടുന്നുണ്ട്. റബ്ബിൻ്റെ അടുക്കലേക്കുള്ള അടുപ്പം ഒരു പദവി ഉയർത്തപ്പെടുന്നു. അതാണ് റുഫിഅ ബിഹാ ദറജ. ഒരാൾ നരച്ചു എന്നുള്ളതുകൊണ്ട് അയാൾക്കൊരു അപകർഷതാബോധം ഉണ്ടാവേണ്ടതില്ല. അത് അയാളുടെ മനസ്സിൻ്റെ നിയ്യത്ത് പോലെ ഇരിക്കും. തനിക്ക് ആ നര വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇതിലൂടെ തനിക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ആ നിലക്കുള്ള ഒരു ദറജ അത് കിട്ടണം. അതുകൊണ്ട് ഞാനത് എന്ത് ചെയ്യുന്നില്ല, പ്ലക്കീത് പറിച്ചു കളയുന്നില്ല, വെട്ടിക്കളയുന്നില്ല. വ കുത്തിബത്ത് ലഹു ബിഹാ ഹസനത്തൻ, അത് കാരണമായി അവന് ഒരു ഹസനത്ത് രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യും. ഒരു പുണ്യകർമ്മമായിട്ട്, ഒരു പുണ്യമായിട്ട് രേഖപ്പെടുത്തപ്പെടും. അള്ളാഹുവിൻ്റെ അടുക്കലേക്കുള്ള അവനുള്ള പദവി ഉയർത്തപ്പെടും. മൂന്നാമത്തതോ വഹുത്ത അൻഹു, അത് കാരണമായി അത് കാരണമായി അവനിൽ നിന്ന് കൊഴിഞ്ഞു പോകപ്പെടും. ഖതീഅ, ഒരു പാപം. അപ്പോൾ ഒരു നന്മ ഏറെ, പാപം പൊറുക്കപ്പെടുന്നു. റബ്ബിലേക്കുള്ള അടുപ്പം അല്പം കൂടുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനറിയാതെ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം മനുഷ്യരിൽ നര ബാധിക്കുക എന്നുള്ളത് അവൻ്റെ ഇഖ്തിയാറിൽപ്പെട്ട കാര്യമല്ല. നമ്മളാരും വിചാരിച്ചിട്ടല്ല നമ്മളാരും നരച്ചു പോകുന്നത്, മറിച്ചത് നമ്മുടെ കയ്യിൽപ്പെട്ടതല്ല, അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിൽ പോലും നമുക്ക് നല്ല ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ അത് എന്തല്ല, ഒരു അപകർഷതാബോധം തോന്നേണ്ടുന്ന ഒരു കാര്യമല്ല. എന്നാലോ അത് കറുപ്പ് നിറം കൊണ്ട് നിങ്ങൾ മറച്ചു വെക്കരുത്. അത് സംബന്ധമായിട്ടുള്ള വേറെ വിഷയങ്ങൾ നമ്മൾ വിശദമായി നമ്മളൊരു ക്ലാസ്സിൽ ഇവിടെ വിശദീകരിച്ചതാണ്. എന്നാൽ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അനുവാദം തന്നതുമാണെന്ത്, നര നിങ്ങൾ എന്ത് ചെയ്തോളൂ, മൈലാഞ്ചി കൊണ്ട്, ഹിന്ന കൊണ്ട്, കെത്തുമ കൊണ്ട് ഒക്കെ നിങ്ങൾക്ക് മറച്ചു വെക്കാം, ആ രീതിയിൽ നിങ്ങൾക്ക് കളറുകൾ നൽകാം തുടങ്ങിയിട്ടുള്ള അനുവാദവും ഇസ്ലാം തന്നെയാണ് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്ന വിഷയത്തിൽ ഇത് കാണാതിരിക്കാൻ വേണ്ടി മറ്റ് കളറുകൾ നൽകൽ, കറുപ്പൊഴികെയുള്ള കളറുകൾ നൽകുന്നതിനെ സംബന്ധിച്ചല്ല, മറിച്ച് വളരെ കടുത്ത മുടിയിഴകൾ പോലെ തന്നെയാകുന്ന കറുപ്പ് നിറം നൽകുന്നതും, അതല്ലെങ്കിൽ പ്ലക്ക് ചെയ്ത് അതിനെ ഒഴിവാക്കുന്നതും, അതല്ലെങ്കിൽ അത് തെരഞ്ഞു പിടിച്ച് അത് കട്ട് ചെയ്യുന്നതും ഒക്കെ ഈ വിഷയത്തിൽ എതിർക്കപ്പെട്ട, വിരോധിക്കപ്പെട്ട കാര്യമാണ് എന്നാണ്. ചിലത് അതിൽ നിഷിദ്ധമാണ്, ചിലത് അതിൽ കറാഹത്താണ്. ചെയ്യാതിരുന്നാൽ നമുക്ക് പുണ്യം കിട്ടും, ചെയ്താൽ നരകാവകാശിയാകുന്ന നിലക്കുള്ള ഒരു ഹറാമായി മാറുകയുമില്ല എന്നൊക്കെ. അതേ അവസരത്തിൽ നരച്ച മുടിക്ക് കറുപ്പടിക്കുന്നതിനെ സംബന്ധിച്ചുള്ള പണ്ഡിത ലോകത്തുള്ള വ്യത്യസ്തമായ വീക്ഷണങ്ങൾ വളരെ വിശദമായി തന്നെ ഒരു ക്ലാസ്സിൽ അത് നമ്മൾ വിശദീകരിച്ചതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നുമില്ല. ഇനി രണ്ടാമതായി ഇതിൽ പറയുന്ന മറ്റൊരു വിഷയം, അപ്പം ഇതിൽ മതപരമായിട്ട് ഇങ്ങനെയാണ്. ഈ നര മാത്രം, ഇപ്പം നമ്മൾ സാധാരണ തലയിൽ നിന്നൊക്കെ തെരഞ്ഞു പിടിച്ചിട്ട് ഇങ്ങനെ ബാർബർ ഷോപ്പിൽ നിന്ന് അതിങ്ങനെ നമ്മളതിങ്ങനെ പ്ലക്ക് ചെയ്യും, അല്ലെങ്കിൽ കട്ട് ചെയ്യും, അല്ലെങ്കിൽ സ്വയം തന്നെ പ്ലക്ക് ചെയ്യും, കട്ട് ചെയ്യും. ഈ രീതിയിൽ അത് ഒഴിവാക്കലാണ് നല്ലത് എന്ന് ചുരുക്കം. അത് സംബന്ധമായിട്ടുള്ള അതവിടെ നിന്നോട്ടെ, അത് നമുക്ക് കളറുകൾ കൊണ്ട് മാറ്റം വരുത്താമെന്നുള്ളതല്ലാതെ നരച്ച മുടി ആരും കാണണ്ട എന്നുള്ള നിലക്ക് അത് ഒഴിവാക്കുന്ന സിസ്റ്റം പരലോകത്തേക്ക് നമുക്ക് ഗുണകരമാവില്ല. അതുകൊണ്ട് അത് ചെയ്യാതിരുന്നാൽ നമുക്കൊരു പുണ്യമാണ് കിട്ടുന്നത്. ഈ ഉദ്ദേശം കൂടി അതിലൂടെ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ പരലോകത്തത് പ്രകാശമാണ്, ഒരു ഹസനത്തായി രേഖപ്പെടുത്തപ്പെടുകയാണ്. അള്ളാഹുവിലേക്ക് ഒരു പടി കൂടി നമ്മൾ അടുപ്പം വർദ്ധിക്കുകയാണ്. മാനുഷികമായ നിലക്ക് നമ്മളിൽ സംഭവിക്കുന്ന ചെറുദോഷങ്ങൾ അത് കാരണമായി പരിഹരിക്കപ്പെടുകയാണ്. അപ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ നിലക്കുള്ള ഒരു മാനസികമായ നീയത്തവൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അവൻ ആ വിഷയത്തിൽ യാതൊരു അപകർഷതാബോധവും വരികയില്ലെന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ അത് മുഖേന പുണ്യവും ലഭിക്കും എന്നുള്ളതാണ്. അത് അതിൻ്റെ മതപരമായ വിഷയമാണ്, വശമാണ്. ഇനി ആരോഗ്യപരമായും ഒരു മുടി പിഴുതെടുക്കുക, വേരോടെ നമ്മുടെ നരച്ച മുടിയൊക്കെ പിഴുതെടുക്കുക എന്നുള്ളത് ശരീരത്തിൽ നിന്ന് ആരോഗ്യപരമായും അതിന് ഒരുപാട് തകരാറുകൾ നിന്ന് ആധുനിക വൈദ്യശാസ്ത്രം തന്നെ സമൂഹത്തോട് പറയാറുണ്ട്. മനുഷ്യനെ അങ്ങനെ പിഴുതെടുത്താൽ ആ പിഴുതെടുത്ത ഭാഗത്ത് മുറിവുണ്ടാകാനും
അവിടെ ബാക്ടീരിയകൾ, അത് അണുബാധകൾ ഉണ്ടാകാനുമൊക്കെ നിമിത്തമാകുമെന്ന് ഇന്ന് ഡോക്ടർമാർ തന്നെ പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മളെ മുടി, കട്ടിയുള്ള മുടിയുള്ള ആളുകൾക്ക് അത് പിഴുതെടുത്താൽ പിന്നീട് ആ മുടിയുടെ കട്ടി കുറയാനും വീണ്ടും വീണ്ടും ഇങ്ങനെ പറിക്കുമ്പോൾ ആ മുടി വളരുന്ന സുഷിരങ്ങളിൽ എന്തായിത്തീരും, കേടുപാടുകൾ വന്ന് പിന്നെ അവിടെ മുടി വളരാതിരിക്കാനും അത് കാരണമാകും. ആ നിലക്കുള്ള ഭൗതിക വശങ്ങളും അതിലുണ്ട്. പിന്നെ സമൂഹത്തിൽ ആളുകൾ ചിലപ്പോൾ പറയാറുണ്ട്, നരച്ച മുടി പറിച്ചെടുത്താൽ കൂടുതൽ നര വരുന്നു. അങ്ങനെയൊന്നുമില്ല. പിന്നീട് അവിടെ വീണ്ടും മുളച്ച് വളരുന്നത് എന്ത് തന്നെ ആയിരിക്കും? നരച്ച മുടി തന്നെ ആയിരിക്കും. അത് നമ്മൾ വേരോടെ പിഴുതാലും ശരി, അതിൻ്റെ അടിയിൽ നിന്ന് പിന്നെ ഏതന്നെ വരുള്ളൂ? വെളുത്ത മുടി തന്നെ വരികയുള്ളൂ. ഇതൊക്കെ അതിൻ്റെ ഭൗതികമായ വശങ്ങളാണ്. അതോടൊപ്പം നമ്മൾ ഇസ്ലാമികമായിട്ട് ഇസ്ലാം ഒരു കാര്യം വേണ്ട, അനഭിലഷണീയമാണ്, നിങ്ങൾ മാറ്റിവെച്ചോളൂ, ചെയ്യാതിരിക്കലാണ് നല്ലത്, അല്ലെങ്കിൽ ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയുന്നതും അല്ലാത്തതുമായ ഹിക്മത്തുകൾ മതപരമായ നിലക്കുമുണ്ടാകും, ഭൗതിക വശങ്ങൾ ആലോചിച്ചാലും ഉണ്ടാകും. ആരോഗ്യപരമായ കാരണങ്ങളാലും പല വിഷയങ്ങളിലും അള്ളാഹു അത്തരത്തിലുള്ള പലതും നമുക്ക് വിരോധിച്ചതായും വെറുക്കപ്പെട്ടതായും അനഭിലഷണീയമാണ്, നിങ്ങളത് മാറ്റിവെക്കണം എന്ന് പറഞ്ഞതിലൂടെയുമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി ഇതിൻ്റെ വിധി എന്താണ്? ഇമാം മുസ്ലിം റഹിമഹുല്ല അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അദ്ദേഹം ഇതിന് വിശദീകരണം കൊടുത്തേടത്ത് പറഞ്ഞു, യുക്റഹു അൻ യൻതിഫർ റജുലു ശഅറത്തൽ ബൈളാഅ മിൻ റഅസിഹി വലിഹയതിഹി. അതൊരു വെറുക്കപ്പെട്ട കാര്യം തന്നെയാണ്, എന്നാൽ ഒരു ഹറാമായ സംഗതിയാണ് എന്ന് പറയാൻ പറ്റില്ല. ഒരു കറാഹത്ത് തന്നെയാണത്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്കതുകൊണ്ട് പുണ്യം കിട്ടും, ചെയ്താലോ നരകാവകാശിയായി മാറുകയൊന്നുമില്ല എന്ന വീക്ഷണം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചതുകൊണ്ട് അതിൻ്റെ ലാഹിറിൻ്റെ അടിസ്ഥാനത്തിൽ അതൊരു കറാഹത്തിൻ്റെയും അപ്പുറം എത്തുന്ന ഒരു സംഗതി തന്നെയല്ലേ എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരും ലോകത്തുണ്ട്. എന്തായിരുന്നാലും ഇതിനിടയിൽ അത് ഒഴിവാക്കുന്നതാണ് ഉചിതം എന്നുള്ള ആ അഭിപ്രായം തന്നെയാണ് ഏറ്റവും അഭിലഷണീയമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇനി സഹോദരന്മാരെ, അതിൻ്റെ രണ്ടാമത്തെ ഹദീസിൽ പറഞ്ഞ വിഷയം എന്താണ്? ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, വഅൻ ആയിഷത റളിയല്ലാഹു അൻഹ ഖാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അമില അമലൻ ലൈസ അലൈഹി അംറുന ഫഹുവ റദ്ദുൻ റവാഹു മുസ്ലിം റഹിമഹുല്ലാ. ഇവിടെ നോക്കൂ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താ പറഞ്ഞത്? മൻ അമില, ആരെങ്കിലും പ്രവർത്തിച്ചാൽ, അമലൻ ഒരു പ്രവൃത്തി, ലൈസ അലൈഹി ആ കാര്യം ചെയ്യുവാൻ ഇല്ല, അംറുന നമ്മുടെ ഓർഡർ. അപ്പം നമ്മുടെ ഓർഡറില്ലാത്ത, നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു പ്രവൃത്തി ആരെങ്കിലും ചെയ്താൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഈ ഹദീസ് സാധാരണയായി നമ്മൾ കേൾക്കുന്നതാണ്. ബിദ്അത്തുകളെ സംബന്ധിച്ചതിൻ്റെ ഗൗരവം പറയുമ്പോൾ ഇസ്ലാമിൽ പുണ്യകരമല്ലാത്തൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ലാത്തൊരു കാര്യം, മതപരമായ നിലക്ക് ഒരാളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ബിദ്അത്താണ്. കുല്ലു ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തുകളും വഴികേടുകളാണ്. വഴികേടുകൾ മുഴുവനും നരകാഗ്നിയിലേക്കാണ് എത്തിക്കുക എന്നുള്ളത് നമ്മൾ സ്ഥിരമായി കേൾക്കുന്നതാണ്. സമാനമായ മറ്റൊരു ഹദീസും നമ്മൾ ആ വിഷയത്തിൽ, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, ഈ ദീനിൽ അതിലില്ലാത്ത ഒന്ന് പുതിയതായി ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് തള്ളേണ്ടതാകുന്നു എന്ന്. ഈ ഹദീസ് എന്തുകൊണ്ട് ഈ അധ്യായത്തിൽ കൊണ്ടുവന്നു എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നിടത്ത് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും എന്ത് ചെയ്യാറില്ല, ഇങ്ങനെ നരച്ച മുടി മാത്രം നോക്കിയിട്ട് അത് പിഴുതെടുക്കാറില്ല. അത് അവർക്കൊരു അപകർഷതാബോധമായി കണ്ടിട്ടില്ല. അങ്ങനെ പിഴുതെടുക്കുന്നൊരു സിസ്റ്റം അവരാരും ചെയ്തിട്ടില്ല. അങ്ങനെ നിങ്ങൾ ചെയ്തോളൂ എന്ന കൽപ്പനയുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു യഥാർത്ഥ വിശ്വാസി ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക തന്നെയാണ് നല്ലത് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് നബിതങ്ങൾ ചെയ്തിട്ടില്ലാത്തൊരു പ്രവൃത്തി, അവിടുന്ന് ഓർഡർ നൽകിയിട്ടില്ലാത്ത ഒരു കാര്യം അത് തള്ളണം എന്ന് പറയുമ്പോൾ തള്ളപ്പെട്ടൊരു കാര്യം ചെയ്യാതിരിക്കാനാണല്ലോ സത്യവിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടത് എന്ന നിലക്കാണ് ഈ ഹദീസ് കൂടി ഈ അധ്യായത്തിൽ കൊണ്ടുവന്നത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. ഇതിൽ ഈ രണ്ട് ഹദീസുകൾ മാത്രമേ ഈ അധ്യായത്തിലുള്ളൂ.
അപ്പോൾ നരച്ച മുടി പറിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് കഴിഞ്ഞു പോയത്. അപ്പോൾ അത് താടിയിലാണെങ്കിലും അതുപോലെ തന്നെ മീശയിൽ നിന്നാണെങ്കിലും തലയിൽ നിന്നാണെങ്കിലുമൊക്കെ അതിൻ്റെ വിധിയുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പുരികത്തിൽ നിന്നാണെങ്കിലും ഒക്കെ അത് പുരികത്തിൽ നിന്ന് തലയിൽ നിന്ന് ഒക്കെ സ്ത്രീകൾക്കും ബാധകമാണ്, കുട്ടികൾക്കും ബാധകമാണ്, മുതിർന്നവർക്കും ബാധകമാണ് എന്നൊക്കെ ഇപ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുക. വിഷയം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. ഇനി അടുത്ത അധ്യായം, ബാബു കറാഹത്തിൽ ഇസ്തിൻജാഇ ബിൽ യമീനി വമസ്സിൽ ഫർജി ബിൽ യമീനി മിൻ ഗൈരി ഉദ്രിൻ. എന്താണ് പറയുന്നത്? ബാബു കറാഹത്തിൽ, ബാബു എന്ന് പറഞ്ഞാൽ അധ്യായം എന്നാണ് കേട്ടോ. ബാബ് വാതിൽ എന്നാണ് നമ്മൾ സാധാരണ പറയുക. അതിങ്ങനെ കുറേ അധ്യായങ്ങളാണ്. അപ്പോൾ ബാബു എന്ന് പറഞ്ഞാൽ അധ്യായം, അതിൻ്റെ വേറൊരു വാതിലിലേക്ക് പ്രവേശിക്കുകയാണ്. കറാഹത്തിൽ ഇസ്തിൻജാഇ, ഇസ്തിൻജാ വെറുക്കപ്പെട്ട കാര്യമാണ്, പിന്നെ അനഭിലഷണീയമായ കാര്യമാണ്. ബിൽ യമീനി, വലത് കൈ കൊണ്ട് ശൗചം ചെയ്യൽ. ഇസ്തിൻജാ എന്ന് പറഞ്ഞാൽ നമ്മൾ മലമൂത്ര വിസർജനം നടത്തിയിട്ട് പിന്നെ ശൗചം ചെയ്യുമല്ലോ, ക്ലീനാക്കുമല്ലോ, അതിനാണ് എന്ത് പറയുക? ഇസ്തിൻജാ എന്ന് പറയുക. അത് വെള്ളം കൊണ്ടാകുമ്പോഴാണ് ഇസ്തിൻജാ എന്ന് അറബികൾ പ്രയോഗിക്കുക. അതേ അവസരത്തിൽ വെള്ളം കിട്ടാത്തിടത്ത് മനുഷ്യൻ മറ്റു മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് ക്ലീൻ ചെയ്യുന്നതിന് അറബി ഫിഖ്ഹിലെ പ്രയോഗം ഇസ്തിൻജാ എന്നല്ല, ഇസ്തിജ്മാർ എന്നാണ്. അതിന് ഇസ്തിജ്മാർ എന്നാണ് പ്രയോഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലഘട്ടത്തിൽ വെള്ളം കിട്ടിയില്ലെങ്കിൽ അവർ ഉപയോഗപ്പെടുത്തിയിരുന്നത് കല്ലായിരുന്നു. ഈർപ്പം വലിച്ചെടുക്കുന്ന വിധത്തിലുള്ള അബ്സോർവിന് കഴിവുള്ള ആ നിലക്കുള്ള കല്ലുകൾ, അങ്ങനെയുള്ള കല്ലുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരുന്നു അവർ വൃത്തിയാക്കിയിരുന്നത്. അതും അതേ രൂപത്തിലുള്ള മറ്റു വസ്തുക്കൾ കൊണ്ടൊക്കെ ഒരാൾ ശൗചം ചെയ്യുമ്പോൾ അതിന് ഇസ്തിജ്മാർ നമ്മൾ ജമർ എന്നൊക്കെ പറയില്ല, അപ്പോൾ ഇസ്തിജ്മാർ എന്നാണ് അതിനുള്ള പ്രയോഗം. വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കുന്നതിന് ഇസ്തിൻജാ എന്ന് പറയും. അറബി ഭാഷയുടെ ഒരു പ്രത്യേകത കൂടി നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണം. ഒക്കെ വൃത്തിയാക്കൽ തന്നെയാണ്, പക്ഷെ വെള്ളം കൊണ്ട് വൃത്തിയാക്കുമ്പോൾ അതിന് ഭാഷയിൽ വേറെ പേര്, വെള്ളമല്ലാത്ത മറ്റു ശുദ്ധിയുള്ള വസ്തുക്കൾ കൊണ്ട് വൃത്തിയാക്കുമ്പോൾ അതിന് വേറെ പേര്, അതൊക്കെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ ഇവിടെ എന്തായിരുന്നാലും വലത് കൈ കൊണ്ടല്ല നമ്മൾ മനോഹരം ചെയ്യേണ്ടത്. മനോഹരം ചെയ്യാനാണ് പറയുക മലയാളത്തിൽ പണ്ടൊക്കെ, മനോഹരം ചെയ്യുക. ഇപ്പോൾ ശൗചം ചെയ്യുക എന്ന് പറയും കുറച്ചും കൂടി നല്ല മലയാളത്തിൽ. അപ്പോൾ നമ്മൾ ക്ലീനിങ്, അപ്പോൾ ആ നിലക്ക് നമ്മൾ മലമൂത്ര വിസർജനം നടത്തിയിട്ട് അങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മളുടെ ലൈംഗിക അവയവങ്ങളെ നമ്മൾ ക്ലീൻ ഇടത് കൈ കൊണ്ടാണ്. വിസർജ്യ വസ്തുക്കളും വിസർജന കാര്യങ്ങളും ശുദ്ധീകരിക്കാനുള്ള കൈയാണെന്ത്? ഈ ഇടത് കൈ. വലത് കൈ അതിനുള്ളതല്ല. വലത് കൈ ഭക്ഷിക്കാനുള്ളതാണ്, കുടിക്കാനുള്ളതാണ്, ഒരാൾക്ക് വല്ലതും കൊടുക്കാനുള്ളതാണ്, ഒരാൾ വല്ലതും തരുമ്പോൾ സ്നേഹത്തോടെ വാങ്ങാനുള്ളതാണ്. അതേപോലെ തന്നെ നല്ല ഏത് പ്രവൃത്തികളും ആരംഭിക്കേണ്ടത് വലത് കൈ കൊണ്ട് തന്നെയാണ്. അതിനൊരു വലത്തെ ഭാഗത്തിന് ഇസ്ലാം ഒരു പ്രത്യേകത, തയമ്മുന് വലതുവശത്തിനൊരു മുൻഗണന. ആ നിയത്തോടെ ചെയ്യുമ്പോൾ അതിൽ പോലും നമുക്ക് പുണ്യമാണ് ലഭിക്കുന്നത്. നോക്കൂ നിങ്ങൾ, നമ്മൾക്ക് നിയ്യത്തുണ്ടെങ്കിൽ നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ ധാരാളം തവണ ചെയ്യുന്ന കാര്യങ്ങളാണ്. നിയ്യത്തില്ലെങ്കിൽ അതൊന്നും കാര്യമില്ല. നമുക്കൊരു നിയ്യത്തുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് നന്മയാക്കി മാറ്റാം. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു വിശ്വാസി എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും അവൻ അതിലൊരു മതകീയ മാനമുണ്ട്, ഒരു ദീനി, ഒരു റിലീജിയസിൻ്റെ ടച്ചിങ് ഉണ്ട് എല്ലാത്തിലും. അവൻ്റെ മനസ്സിൽ ആ ഒരു ഉദ്ദേശം കൊണ്ടുവരുമ്പോൾ അവനത് വലിയ ചെലവില്ലാതെ ഒരു പുണ്യകർമ്മമായിട്ട് മാറുകയാണ്. അപ്പോൾ അങ്ങനെ ഇടത് കൈ കൊണ്ടാണ് ശൗചം ചെയ്യേണ്ടത്, വലത് കൈ കൊണ്ടല്ല. ഒന്നാമത്തെ കാര്യം, വമസ്സിൽ ഫർജി ബിൽ യമീനി, വലത് കൈ കൊണ്ട് ഗുഹ്യസ്ഥാനം തൊടുകയും ചെയ്യരുത്. അതും മറ്റൊരു മര്യാദയാണ്. മിൻ ഗൈരി ഉദ്രിൻ, കാരണങ്ങളുണ്ടെങ്കിലല്ലാതെ, ഉദ്ർ ഉണ്ടെങ്കിൽ ഒഴികെ. അതാണ് മിൻ ഗൈരി ഉദ്രിൻ. ഉദ്ർ എന്ന് പറഞ്ഞാൽ എന്താ? കാരണം, പ്രതിബന്ധം, തടസ്സം, ന്യായം എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ്. അതാണ് ഉദ്ർ. നമ്മൾ സാധാരണ പ്രയോഗിക്കുന്നതാണിത്. അതവനക്കതിന് ഉദ്റുണ്ട്, അവനക്ക് ആ വിഷയത്തിലൊരു ഉദ്റുണ്ട്, കാരണമുണ്ട്. മഅ്ദിറത്ത് എന്നൊക്കെ ഖുർആൻ പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ആ അധ്യായത്തിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുക. ബാബു കറാഹത്തിൽ ഇസ്തിൻജാഇ ബിൽ യമീനി വമസ്സിൽ ഫർജി ബിൽ യമീനി
മിൻ ഗൈരി ഉദിരിൻ, അതൊരു മനുഷ്യൻ്റെ ലൈംഗികാവയവം മുൻദ്വാരമാണെങ്കിലും പിൻദ്വാരമാണെങ്കിലും വലത് കൈ കൊണ്ട് അവിടെ തൊടുക എന്നുള്ളത് അവനോട് മര്യാദകേടായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഉഴുതുറുണ്ടെങ്കിൽ, ഉഴുതുറ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് വലത്തെ കൈയിന് പ്രശ്നം, ഇടത്തെ കൈയിന് പ്രശ്നമാണ്, ഇടത് കൈയിൽ മുറിവാണ്, മറ്റെന്തെങ്കിലും പല കാരണങ്ങളുണ്ടാകാലോ ഇടത് കൈക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്തത്. അങ്ങനെ വരുമ്പോൾ പിന്നെ അയാളുടെ കയ്യിൽ വലത് കൈയല്ലേ ഉള്ളൂ. അപ്പോൾ ആ നിലയ്ക്ക് ആ ഒരു ചര്യ അവൻ സ്വീകരിക്കേണ്ടതുണ്ട്. മഹാനായ സഹാബി അബൂ ഖത്താദ റളിയല്ലാഹു തആല അൻഹുവാണ് ഇത് സംബന്ധമായ ഹദീസ് ഉദ്ധരിക്കുന്നത്. അൻ അബീ ഖത്താദത റളിയല്ലാഹു അൻഹു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ഇദാ ബാല അഹദുക്കും ഫലാ യഅഖുദന്ന ദകറഹു ബിയമീനിഹി വലാ യസ്തൻജി ബിയമീനിഹി വലാ യതനഫസ് ഫിൽ ഇനാഇ മുത്തഫഖുൻ അലൈഹി വഫിൽ ബാബി അഹാദീസു കസീറത്തുൻ സഹീഹ. ഈ അധ്യായത്തിൽ ധാരാളക്കണക്കിന് സഹീഹായ ഹദീസുകൾ വേറെയും വന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഒരൊറ്റ ഹദീസ് മാത്രമേ ഈ വിഷയത്തിൽ ഉദ്ധരിച്ചു മതിയാക്കിയിട്ടുള്ളൂ. മഹാനായ സഹാബി അബൂ ഖത്താദത്തുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹമാണ് നബിയിൽ നിന്ന് ഈ ഹദീസ് നമുക്ക് ഉദ്ധരിച്ചു തന്നിട്ടുള്ളത്. മഹാനവറുകൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിരിക്കുന്നു, ഇദാ ബാല അഹദുക്കും, നിങ്ങളിൽ ഒരാൾ മൂത്രമൊഴിക്കുകയാണെങ്കിൽ, ബാല എന്ന് പറഞ്ഞാൽ മൂത്രമൊഴിച്ചു. മൂത്രത്തിനെന്ത് പറയും അറബിയിൽ? ബൗല്, യൂറിൻ, ബൗല്. ബാല യബൂലു, മൂത്രമൊഴിക്കുക, അതിൻ്റെ മുതാരിയാണ് യബൂലു. മൂത്രമൊഴിച്ചു, തബവ്വുല്, മൂത്രമൊഴിക്കുക, തബവ്വുല് ഒക്കെ ഭാഷയിലുള്ള പ്രയോഗങ്ങളാണ്, ബൗല്. അപ്പോൾ ഇദാ ബാല അഹദുക്കും, നിങ്ങളിൽ ഒരാൾ മൂത്രമൊഴിക്കുന്നതായാൽ, ഫലാ യഅഖുദന്ന, അവൻ പിടിക്കരുത്, ദക്കറഹു, അവൻ്റെ ലൈംഗികാവയവത്തെ, ബിയമീനിഹി, വലത് കൈ കൊണ്ട്. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന് എല്ലായിടത്തും എ മുതൽ സെഡ് വരെ അതിന് നിയമങ്ങളുണ്ട്. വേറൊരിടത്തേക്ക് നിയമവും അദബും മര്യാദ ഒന്നും തേടിപ്പോകേണ്ട ഒരു കാര്യമില്ലാണ് നമ്മൾ മനസ്സിലാക്കണം. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന, ഇസ്ലാമല്ലാത്ത ഒരു ദീനിനെ ആരെങ്കിലും തേടിപ്പോവുകയാണെങ്കിൽ അത് അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടൂല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇസ്ലാമിൽ എല്ലാ കാര്യത്തിനും നിയമമുണ്ട്. ഏത് വിഷയത്തിലും ഇസ്ലാമിന് അതിൻ്റേതായ അഭിപ്രായങ്ങൾ പറയാനും അദബുകൾ പഠിക്കാനുമൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വിസർജനം നടത്തുന്ന വേളയിൽ ഒരാൾ മൂത്രയിക്കുകയാണെങ്കിൽ അവൻ്റെ ലൈംഗികാവയവത്തെ ഇടത് കൈ കൊണ്ട് പിടിക്കണം, വലത് കൈ കൊണ്ടത് പിടിക്കരുത്. ഒന്ന്, വലാ യസ്തൻജി ബിയമീനിഹി, അതാണിപ്പോൾ അധ്യായവുമായിട്ടുള്ള മറ്റൊരു ബന്ധം. വലാ യസ്തൻജി, അവൻ ശൗചം ചെയ്യുകയും ചെയ്യരുത്, അഥവാ അവൻ ക്ലീൻ ചെയ്യരുത്. ബിയമീനിഹി, അവൻ കഴുകരുത്. ബി യമീനിഹി, അവൻ്റെ വലത്തെ കൈ കൊണ്ടല്ല കഴുകേണ്ടത് ഏതുകൊണ്ടാണ്? ഇടത് കൈ കൊണ്ടാണ്. വലാ യതനഫസു ഫിൽ ഇനാഇ, അത് വേറൊരു വിഷയമാണ്. വലാ യതനഫസു, അവൻ ശ്വാസമയക്കരുത്, ബ്രീത്തിങ്, ശ്വാസം വിടരുത്. ഫിൽ ഇനാഇ, കുടിക്കുന്ന വെള്ളപ്പാത്രത്തിലേക്ക് ശ്വാസം വിടുകയും ചെയ്യരുത്. തനഫസ, ബ്രീത്തിങ്ങിനാണിത് പറയുക. തനഫസ, ശ്വാസം വിട്ടു. തനഫസ യതനഫസു, വലാ യതനഫസ്, അവൻ ശ്വാസമയക്കരുത്. ഫിൽ ഇനാഇ, വെള്ളപ്പാത്രത്തിലേക്ക്, ഭക്ഷണപാത്രത്തിലേക്ക്. ഇത് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം കിട്ടാത്ത സാഹചര്യങ്ങളിൽ ഇന്ന് ധാരാളം വരും. ഇപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വെള്ളം ഉപയോഗിക്കുന്നതാണ് ഇസ്ലാമിലെ ഇസ്തിൻജാഇൻ്റെ ഏറ്റവും പൂർണ്ണമായ രൂപം. നമുക്ക് കഴുകാൻ, മലമൂത്ര വിസർജനം നടത്തിയാൽ കഴുകാനുള്ള ഏറ്റവും ശ്രേഷ്ഠകരമായതും ഉത്തമമായ രീതി എന്തു തന്നെയാണ്? വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കൽ തന്നെയാണ്. എന്നാൽ വെള്ളം നമുക്ക് കിട്ടാത്ത ഒരുപാട് സാഹചര്യങ്ങൾ വരും. ഇപ്പോൾ ഉദാഹരണം, നമ്മൾ പ്രവാസികളാണ്, നമ്മൾ ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നു. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾക്ക് പലപ്പോഴും അവിടെ വെള്ളം എടുത്ത് പമ്പ് ചെയ്യാനുള്ളൊരു സംവിധാനം നമ്മുടെ നാട്ടിൽ ഇവിടെയൊക്കെ കാണുന്ന ടോയ്ലറ്റുകളിലുള്ളതുപോലെ നമുക്കിങ്ങനെ ആ ഷത്താഫൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവില്ല. പിന്നെ അവിടെ ഇരുന്നാൽ എന്തേ നിവൃത്തിയുള്ളൂ? കഴുകണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള ബദൽ സംവിധാനങ്ങൾ കൊണ്ടുപോകണം. ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കൂല. വിമാനത്തിൽ വെച്ചൊക്കെ നമ്മൾ കരുതണം. ഒരു ചെറിയ കുപ്പി, നമ്മൾ വെള്ളം കുടിക്കാനൊരു കുപ്പി കരുതുമല്ലോ.
നമ്മളൊരു ചെറിയ വാട്ടർ ബോട്ടിൽ നമ്മളെ കയ്യിൽ പിന്നെ ഒരു ബോട്ടിൽ വെള്ളം നമ്മൾ കരുതുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നമ്മൾ അങ്ങനെ പോകേണ്ടി വരുന്നൊരു ഘട്ടത്തിൽ നമ്മളങ്ങനെ എന്ത് ചെയ്യാണ്? നമുക്ക് ഇപ്പോൾ പലപ്പോഴും ഫ്ലൈറ്റിൽ നമുക്ക് ഇരുന്ന് മൂത്രമൊഴിക്കുന്നതിനേക്കാൾ സൗകര്യം എന്താണ്? നിന്ന് മൂത്രമൊഴിക്കലാണ്. അത് നമുക്കേ നടക്കുള്ളൂ, പുരുഷന്മാർക്കേ നടക്കുള്ളൂ. നമ്മുടെ സഹോദരിമാർക്ക് അത് നടക്കൂലല്ലോ, നടക്കൂല. അപ്പോൾ അവർക്ക് ഇരിക്കുന്ന വേണം. ഇരുന്നാൽ ഫ്ലൈറ്റിൽ ഷത്താഫോ ഇങ്ങനെ പമ്പോ ഒന്നും ഇല്ലതാനും കഴുകാൻ. എന്താണ് അവർ ചെയ്യേണ്ടത്? നമ്മുടെ കയ്യിലൊരു വാട്ടർ ബോട്ടിൽ കരുതിയാൽ സൗകര്യമായി. അതിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് കുടിച്ചു കഴിഞ്ഞിട്ടുള്ള കാലി ബോട്ടിലാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പോയാൽ നമുക്ക് വെള്ളം കിട്ടും. വെള്ളം നിറക്കുക, ഇരിക്കുക, ഈ കാര്യം നിർവഹിക്കുക. അതുകൊണ്ട് കഴുകുന്നതിൻ്റെ മുമ്പ് കുറച്ച് വെള്ളമല്ലേ നമ്മൾ കൊണ്ടുപോകുന്നുള്ളൂ. കഴുകുന്നതിൻ്റെ മുമ്പ് ആ വെള്ളം കൊണ്ടവർക്ക് ശുദ്ധീകരണം തൃപ്തിയാകുവാൻ എന്ന നിലയ്ക്ക് അവിടെ വെച്ചിട്ടുള്ള ടിഷ്യൂ പേപ്പർ എടുത്തുകൊണ്ട് ആദ്യം എന്ത് ചെയ്യുക? പൂർണ്ണമായി ഒന്ന് ശുദ്ധിയാക്കുക. ശുദ്ധിയാക്കിയതിൻ്റെ ശേഷം ബാക്കിയുള്ള ഭാഗം എന്ത് ചെയ്യുക? ബാക്കിയുള്ളത് ഈ വെള്ളം കൊണ്ടും ക്രമീകരിക്കുക. ഇതൊന്നും പല സഹോദരിമാർക്കും അറിയാത്തത് കൊണ്ട് പലപ്പോഴും അവരെന്ത് ചെയ്യുന്നറിയോ? മൂത്രം പിടിച്ചിരിക്കും. അവർ ഫ്ലൈറ്റിൽ പ്രയാസപ്പെട്ടിട്ട് പോകാൻ വയ്യ, 3-4 മണിക്കൂർ അവർ പിടിച്ചിരിക്കുകയാണ്. അത് എന്തുമാത്രം മനുഷ്യന് ആരോഗ്യത്തിന് ഹാനികരമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. പ്രത്യേകിച്ചും പ്രമേഹ രോഗികളായ ആളുകളുണ്ടാകും, അല്ലാത്തവരുണ്ടാകും. ഇതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളില്ലേ? എന്നിട്ട് അഥവാ അവരവിടെ പോയി എങ്കിലോ പിന്നെ അവർ നിസ്കരിക്കൂല. കാരണം എന്താ? അത് ശരിയായിട്ടില്ല, എനിക്ക് കഴുകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാം തന്നിട്ടുള്ള ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് നമുക്ക്. വെള്ളം കൊണ്ട് കഴുകാൻ പറ്റിയില്ലേ? അതിനാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഇസ്തിജ്മാറ്. ഇസ്തിൻജാവും ഇസ്തിജ്മാറും ഫുഖഹാക്കൾ വേർതിരിച്ച് പറഞ്ഞത് എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് യാത്രക്കാരായിരുന്ന ആളുകൾ പലപ്പോഴും അവരുടെ കൂടെ ഉണ്ടാകുന്ന വെള്ളം ഒരു വേള കുടിക്കാൻ പോലും തികയൂല തുകൽപാത്രങ്ങളിൽ. അപ്പോൾ അന്ന് അവർ ചെയ്തിരുന്നത് മരുഭൂമികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈർപ്പം വലിച്ചെടുക്കുവാൻ സാധ്യമാകുന്ന നിലക്കുള്ള കല്ല്, മൺകട്ടകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അവർ വൃത്തിയാക്കിയിരുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അവരോട് ഇസ്ലാം പറഞ്ഞു ഫല്ലസ്തജ്മിർ ബിസലാസിൻ, അവിടെ ഒരു സുന്നത്ത് പഠിപ്പിച്ചു. മിനിമം 3 കല്ലുകൾ കൊണ്ട് ഈർപ്പം വലിച്ചെടുക്കണം എന്ന്. അത് മലവിസർജനം ചെയ്തുകൊണ്ടാണെങ്കിലും ആ ഭാഗം വൃത്തിയാക്കുവാനും അവർ കല്ല് തന്നെയാണ് ഉപയോഗപ്പെടുത്തിയത്. ഇന്നിപ്പോൾ നമുക്കങ്ങനെ കല്ലിൻ്റെ ഒരാവശ്യം വരുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിമാനത്തിലാവട്ടെ, അതേപോലെ തന്നെ വെസ്റ്റേൺ രാജ്യങ്ങളിലേക്കും നമ്മുടെ തന്നെ ചില ഹോട്ടലുകളിലൊക്കെ ചിലപ്പോൾ ചില വെസ്റ്റേൺ കൺട്രീസിൽ പോയാലും അല്ലെങ്കിലുമൊക്കെ അവിടുത്തെ ടോയ്ലറ്റുകളിൽ വെള്ളം ഉണ്ടാവില്ല, വെറും ടിഷ്യൂ പേപ്പറേ ഉണ്ടാവുള്ളൂ. കാരണം അവിടുത്തെ തറയിൽ ഡ്രൈനേജ് സിസ്റ്റം ഒന്നും ഉണ്ടാവില്ല. വെള്ളം വീണ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ആ വെള്ളം പോകാൻ സംവിധാനമില്ല. ഇത് കാരണത്താൽ പലപ്പോഴും നമ്മുടെ പല സ്ത്രീകളും എന്തു ചെയ്യും? വെള്ളമില്ല എന്ന് വിചാരിച്ചിട്ട് അവർ ഈ സംഭവം ചെയ്യാതെ വളരെ പ്രയാസപ്പെട്ടവർ ബുദ്ധിമുട്ടിയിരിക്കും എന്നുള്ളൊരു പ്രശ്നം വേറെയുണ്ട്. അതിൻ്റെ പുറമെ ഇനി പോയാൽ എന്ത് ചോദിച്ചാൽ ഇവർ ഈ വെള്ളം എടുത്തു വന്നാകെ കപ്പിലൊക്കെ എടുത്തിട്ട് എങ്ങനെയൊക്കെയോ ചെയ്ത് തറയിലൊക്കെ ആകെയാക്കി നമ്മളിവിടെ പുറത്തേക്ക് വരുമ്പോഴേക്ക് എയർ ഹോസ്റ്റസ് ആ ആളാൻ പോയി കഴിഞ്ഞാൽ അങ്ങനെ കൈകൊണ്ട് കാണിക്കേണ്ടി എന്തായി ചെയ്തത് എന്ന് നമ്മളെ സമുദായത്തെ അവിടെ നോട്ടപ്പുള്ളിയാക്കുകയാണ്. ഇത് ഗൗരവാട്ടോ, നമ്മളെ പലപ്പോഴുള്ള അനുഭവങ്ങളാണ്. നമ്മളിവിടെ പോന്നാൽ പിന്നെ എയർ ഹോസ്റ്റസുമാർക്കൊരു പണിയാണ് അവിടെ. കാരണം നമ്മളവിടെ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ഈ ഒരു വൃത്തി നോക്കുമ്പോൾ മറ്റേ വൃത്തി നമ്മൾ പരിഗണിക്കുന്നില്ല. ആ വെള്ളം, തറയിൽ വീണ വെള്ളം, അത് ഡ്രൈനേജ് സിസ്റ്റം ഫ്ലൈറ്റിലില്ല, പിന്നെ അത് ഒഴുകുകയാണ് ഇങ്ങോട്ട്. എന്നിട്ട് അത് ഇവർ ഒരുപാട് ടിഷ്യൂ വലിച്ചെടുത്ത് എയർ ഹോസ്റ്റസ് അവിടെ കൊണ്ടുപോയിട്ട് വേറൊരാൾ പോകുമ്പോൾ വെയിറ്റ് ചെയ്യ് ക്ലീൻ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയാണ്. ഇത് നമ്മുടെ സമുദായത്തിലെ ആളുകളാണ് ഉണ്ടാക്കുന്നത്. കാരണം നമുക്കായി ഇത് കഴുകണം എന്നുള്ള ചിന്ത, അല്ലാത്തപ്പോൾ ചിലർക്കൊക്കെ അത് അത്രയില്ല. അതുകൊണ്ടാണ് ഞാനിത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചെറിയ കപ്പുകൾ കിട്ടും ചില ഫ്ലൈറ്റിലോ ടോയ്ലറ്റിലോ ഒക്കെ. പിന്നെ ഈ സംവിധാനം ഉണ്ടാവും അവിടെ, അങ്ങനെ ഡിസ്പോസിബിൾ ഇത് വെച്ചിട്ടുണ്ടാവും, പിന്നെ കപ്പുകൾ, അത് ഉപയോഗപ്പെടുത്താം. അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഒന്നിനും സാധ്യമായില്ലയോ അവിടെയുള്ള ടിഷ്യൂ പേപ്പർ എടുത്തുകൊണ്ട് ക്ലീൻ ആവുവോളം ക്ലീനാക്കിക്കോളൂ. ക്ലീനാക്കുമ്പോൾ അത് എന്ത് ചെയ്യണം? അത് പിന്നെ നമ്മുടെ ഫ്ലഷിലിട്ടാൽ പോകുന്നതാണോ അല്ലാത്തതാണോ എന്നൊക്കെ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ചിലത് കൊണ്ടുപോയിട്ടിട്ട് പിന്നെ ഡ്രൈനേജ് സിസ്റ്റം പറ്റ തകരാറിലായിട്ട് കണ്ടോ, ഒരു മാപ്പിള, ഒരു മുസ്ലിം, അയാൾ കയറിയും പോന്നപ്പോഴേക്ക് ബാക്കിയുള്ളവർക്കൊക്കെ പ്രശ്നമായി. ഇവരെന്ത് വൃത്തിയുടെ ആൾക്കാരാ എന്ന് പറയിപ്പിക്കരുത്. ഏതൊക്കെ വസ്തുക്കൾ ഇട്ടാൽ അതിലൂടെ ഫ്ലഷ് ചെയ്ത് പോകും, അല്ലാത്തത് ഏതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം.
അത് പറയാൻ കാരണം ചിലയിടത്തൊക്കെ കുട്ടികളെ കൊണ്ടുപോയിട്ട് പാമ്പേഴ്സൊക്കെ ഫ്ലൈറ്റിൻ്റെ അകത്ത് ഇതിൽ കണ്ടിട്ടിട്ട് ഫ്ലഷ് ചെയ്യാൻ നോക്കും. അതിശക്തമായി നിലക്കത് വലിച്ചെടുക്കുമെങ്കിൽ ഈ സാധനം പലപ്പോഴും പോകൂല. അവിടെ ഡ്രൈനേജ് ആകെ തകരാറിലായി വഴിമുട്ടി നിൽക്കും. ഇതൊക്കെ ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ ശ്രദ്ധിക്കണം. ഇസ്ലാമിൽ വൃത്തിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അത് നമുക്ക് പറയാനും പ്രസംഗിക്കാനും മാത്രമുള്ളതല്ല. നമ്മൾ ഇടപെടുന്നിടത്തൊക്കെ അത് ശ്രദ്ധിക്കണം. പറയിപ്പിക്കരുത്. ഉളു എടുക്കുമ്പോഴും ശ്രദ്ധിക്കണം. ഉളു എടുക്കുമ്പോൾ നമ്മളോട് 3 വട്ടമൊക്കെ കഴുകാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. 3 വട്ടം വേണമെന്നുണ്ടോ? ഫ്ലൈറ്റിൽ നമ്മളാ വസുവാസോടുകൂടെ ഇവിടുന്ന് ഇങ്ങനെ പൈപ്പൊന്നും ഒന്നാകെ ചീറ്റുന്നത് പോലെയൊക്കെ ഉളുവാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതേ പണി അവിടെ അപ്പോഴും നടക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക? അൽ ഉളു മറത്തൻ ഇസ്ലാമിൽ ഇളവില്ലേ? ഇമാം ബുഖാരിയുടെ ഉളൂഇൻ്റെ അധ്യായത്തിൽ കാണാം, ബാബുൽ ഉളൂഇ മറത്തൻ ഒരു അധ്യായത്തിൻ്റെ പേരാ. അടുത്ത അധ്യായം ബാബുൽ ഉളൂഇ മറത്തൈനി. അടുത്ത അധ്യായം ബാബുൽ ഉളൂഇ സലാസ മറാത്ത്. എന്താണ് പറയുന്നതൊക്കെ? ഒറ്റ വട്ടം മാത്രം ഉളെടുക്കുക മദീന്ന്. അങ്ങനെ ചെയ്യുന്നിടത്ത് അങ്ങനെ വെള്ളം താഴത്തേക്ക് വീണ് നമ്മളായിട്ടൊരു വൃത്തികേടുണ്ടാക്കരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരാൾ തറയിൽ ഒന്നാകെ വെള്ളവും ടിഷ്യൂവും വൃത്തികേടാക്കിയിട്ട് രണ്ടാമനായിട്ട് നിങ്ങളാണ് ആ ടോയ്ലറ്റിലേക്ക് കയറുന്നതെങ്കിൽ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഇതന്നെയല്ലേ മറ്റുള്ളവർക്കുണ്ടാവുക. അപ്പോൾ ഒരു മുസ്ലിം എപ്പോഴും വൃത്തിയുള്ളവനായിരിക്കണം. വൃത്തി ഈമാനിൻ്റെ ഭാഗമാണെന്ന് പ്രസംഗിക്കാനും എഴുതാനുള്ളതൊന്നുമല്ല. അത് നമ്മളുടെ ജീവിതത്തിൽ ഇളവുകളും ആനുകൂല്യങ്ങളും ഒക്കെ ഉള്ളയിടത്ത് നമ്മൾ അത് ഉപയോഗപ്പെടുത്തണം. ഒരാൾക്ക് നമ്മളായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മളൊരാളെ കൊണ്ട് പറയിപ്പിക്കരുത്. നമ്മുടെ ഒരു മതപരമായൊരു അനുഷ്ഠാനം ചെയ്തതിൻ്റെ പേരിൽ വേറൊരാൾക്കൊരു ദോഷവും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകരുത്. അത് ഉണ്ടാക്കേണ്ട കാര്യമില്ല. കാരണം അദ്ദീനു യുസുറുൻ, മതം എളുപ്പമാണ്. അതിൽ പല നിലക്കുമുള്ള റുഖ്സകൾ, ഇളവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വെസ്റ്റേൺ രാജ്യങ്ങളിൽ പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റിലാണെങ്കിലോ ഇങ്ങനെ ടോയ്ലറ്റിൽ ഇനി വെള്ളമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണയായിട്ട് ദഹിക്കൂല. എന്ത് ഓക്കെ, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്, മൂത്രയിച്ചിട്ടാണെങ്കിൽ പിന്നെയും ഓക്കെ, മറ്റേത് നിർവഹിച്ചിട്ട് ഇപ്പോൾ ടിഷ്യൂ മദീനായി പറയണത് ശരിക്കാണ്. ക്ലീനായിട്ടില്ലേ? അതായി 3 വട്ടം എന്ന് പറയണത്. എന്നിട്ടും ക്ലീനായില്ലേ? 4 വിട്ട് 5 കാക്കിക്കോ, ഒറ്റയിൽ അവസാനിപ്പിച്ചോന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് ക്ലീനാവോളം അങ്ങനെ ചെയ്തോ, അനുവദിക്കപ്പെട്ട സംഗതിയാണ്. എന്നാലും അവിടെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്ന നിലക്ക് വൃത്തികേടാക്കി പോരരുത്. ഇസ്ലാമിന് അതിൽ നിർബന്ധ ബുദ്ധിയുണ്ട്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം നമ്മൾ പലയിടങ്ങളിലേക്കും യാത്ര പോകുന്നവരാണ്. പല രാജ്യങ്ങളിലേക്കും ബിസിനസ് ആവശ്യാർത്ഥവും മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒക്കെ പോകുന്നവരാണ്. വെള്ളം ഉള്ള ടോയ്ലറ്റുകളുണ്ടാകും, ഇല്ലാത്തിടങ്ങളും ഉണ്ടാകും. ഇനി വെള്ളം ഇല്ലാതെ തന്നെ, വെള്ളം ഉണ്ട്, സംവിധാനമുണ്ട്, പക്ഷേ വെള്ളം ഉണ്ടായില്ല, എന്നാലും സംഗതികളതൊക്കെ നിർവഹിക്കണ്ടേ? അവിടെയൊക്കെ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഈ മര്യാദകൾ നമ്മൾ ശരിക്കും എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അതിലൊന്നും നമ്മുടെ വകയായിട്ട് വേറൊന്നും നമ്മൾ കൂട്ടി കെട്ടേണ്ടതില്ല. ഇനി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യം ടിഷ്യൂ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വൃത്തിയാക്കി, കുറഞ്ഞ വെള്ളമാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാം. കുറച്ച് വെള്ളം കയ്യിൽ ഉള്ളൂ, എന്നാൽ നമ്മൾ ആദ്യം ടിഷ്യൂ ഒക്കെ ഒന്ന് എടുത്തിട്ട് അതൊക്കെ ഒന്ന് ഉപയോഗപ്പെടുത്തിയിട്ട് പിന്നെ ബാക്കിയാവുമ്പോൾ നമുക്ക് പൂർണ്ണമായും തൃപ്തിയാവും. അതല്ലാതെ ഈ വെള്ളം കൊണ്ട് മാത്രം ഞാൻ കഴുകുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ ഇവന് ഇത്തിരി വെള്ളം ഉണ്ടാവുള്ളൂ, ബാക്കിക്ക് അവന് പോകാൻ പറ്റുമോ? ഡോറ് തുറന്ന് വാങ്ങാൻ പറ്റുമോ? ഒക്കെ ചിന്തിക്കണം. ഇതൊക്കെ ചിന്തിക്കണം എന്ന് പറയുമ്പോൾ വലിയൊരു പ്രയാസമൊന്നുമില്ലേ. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി, സംഗതി ഈസിയാണ്. നേരെ മറിച്ച് ഈ ഒരു കാരണത്താൽ സീറ്റിലിങ്ങനെ പിടിച്ചിരിക്കുകയാണ്, അനങ്ങാൻ വയ്യ, തുമ്മാൻ വയ്യ. ഒന്ന് തുമ്മിയാൽ, ഒന്ന് ചുമച്ചാൽ മൂത്രം പോകുമെന്ന് പേടി. വെള്ളം വാങ്ങി കുടിക്കാൻ പറ്റണില്ല. യാത്രക്കടിയിൽ വെള്ളം ഇങ്ങനെ സിപ്പ് ചെയ്തുകൊണ്ടിരിക്കണം, കുടിച്ചുകൊണ്ടിരിക്കണം എന്നാണ്, നല്ലതാണ്. കുടിക്കാൻ തോന്നണില്ല. എന്താ കാരണം? എന്തെങ്കിലും വെള്ളം കുടിക്കാത്ത? വെള്ളം കുടിച്ച മൂത്രയിക്കാൻ മുട്ടും. കണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നമ്മളോട്? അപ്പം ഇതൊക്കെ എന്താണ്? നമ്മൾ ഈ കുറേ തസ്ദീദ് ഉണ്ടാക്കുകയാണ്. ഇസ്ലാം പഠിപ്പിച്ച ഇളവൊന്നും വേണ്ടി എനിക്കാണ്ട് തൃപ്തിയാകണില്ല, ഞാൻ കുറച്ച് കടുപ്പത്തിലൊന്നാണ്ട് ചെയ്തു നോക്കുകയാണ്. കടുപ്പത്തിൽ ചെയ്താൽ ഓൻ തോൽക്കുന്നാണ് അള്ളാൻ്റെ റസൂൽ പറഞ്ഞത്. ഇന്നദ്ദീന യുസ്റുൻ, ദീൻ എളുപ്പമാണ്. വലൻ യുശാദ്ദീന അഹദുൻ ഇല്ലാ ഗലബഹ്, ദീനിനെ ആര് കുടുസാക്കിയോ അവൻ തോൽക്കും, പരാജയപ്പെടും. അല്ലാതെ ദീൻ ഇവിടെ നിലനിൽക്കാതിരിക്കൂലെന്ന്. അപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, നമ്മളെ സ്ത്രീകൾക്ക് പറഞ്ഞു കൊടുക്കണം. പ്രത്യേകിച്ച് കൂടെ യാത്ര ചെയ്യുന്ന പ്രായമുള്ള സ്ത്രീകളുണ്ടാവും, ഉമ്മാരുണ്ടാവും, അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം.
ഇങ്ങനൊരു ഇളവുണ്ട്. അത് അള്ളാഹ് നമുക്ക് തന്നതാണ്. അതിൽ നിങ്ങൾ പ്രയാസം ഉണ്ടാക്കരുത്. അത് വിചാരിച്ചിട്ട് 4 മണിക്കൂറൊന്നും മുത്രയിക്കാതിരിക്കല്ലേ. അത് നമുക്ക് ആരോഗ്യപരമായി ഒരുപാട് കേടാണ്. ഇസ്ലാം ഏത് കാര്യം പറയുമ്പോഴും മനുഷ്യൻ്റെ എല്ലാ വശങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് ശാരിആയ നിയമനിർമ്മാതാവായ ഈ മനുഷ്യനെന്ന പ്രോഡക്റ്റിൻ്റെ പ്രൊഡ്യൂസറായ അള്ളാഹു അതിലെ നിയമങ്ങളൊക്കെ നിശ്ചയിച്ചിട്ടുള്ളത്. അതൊക്കെ അവൻ നമുക്ക് തന്നിട്ടുള്ള ഇളവുകളാണ്. അതൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയാൽ മതി. അപ്പം ചുരുക്കത്തിൽ അല്പം മുൻകരുതൽ നമ്മൾ എടുത്ത വിമാനയാത്രയിലാണെങ്കിലും മറ്റേതെങ്കിലും ടോയ്ലറ്റുകളിൽ വെള്ളത്തിൻ്റെ ആ സാന്നിധ്യമില്ലാത്ത ഇടങ്ങളിലാണെങ്കിലുമൊക്കെ, ഇനി കുറഞ്ഞ അളവിൽ മാത്രം വെള്ളം കിട്ടുകയാണെങ്കിലും ഒക്കെ നമുക്ക് ശുദ്ധി വരുത്താനുള്ള നടപടിക്രമങ്ങൾ നമുക്ക് വളരെ ഈസിയാണ്. അത് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് എന്ന്. പിന്നെ പറഞ്ഞതെന്താണ്? വലത്തെ കൈ കൊണ്ട് മുഖ്യസ്ഥാനം തൊടരുത് എന്നാണല്ലോ. അത് ആണിനും പെണ്ണിനും ഒക്കെ ബാധകമാണ്. ലൈംഗിക അവയവത്തെ അവൻ്റെ മുൻദ്വാരമായാലും പിൻദ്വാരമായാലും വലത് കൈ കൊണ്ട് സ്പർശിക്കുക എന്നുള്ളത് ഒഴിവാക്കപ്പെടേണ്ട സംഗതിയാണ്. അവിടെയും പറഞ്ഞു എന്ത്? മിൻ ഗൈരി ഉദരിൻ, മിൻ ഗൈരി ഉദരിൻ. അതും നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. കാരണം ഉണ്ടെങ്കിലല്ലാതെ ഒരാൾക്ക് ഇടത് കൈയില്ല, അയാൾക്ക് ഇപ്പം എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാമല്ലോ. അപ്പം അത് നമുക്ക് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവുകയും ചെയ്യും. മിൻ ഗൈരി ഉദരിൻ എന്ന് പറഞ്ഞാൽ കാരണങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ അതിൽ നിന്നൊക്കെയുള്ള പ്രത്യേകം ഒഴിവുകൾ നൽകപ്പെട്ട വിഷയമാണ്. മൂന്നാമത് ആ ഹദീസിൽ പറഞ്ഞതെന്താണ്? വലാ യതനഫസു ഫിൽ ഇനാഇ, പാത്രത്തിലേക്ക് അവൻ ശ്വാസമയക്കുകയും ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു മര്യാദയാണ്. നമ്മൾ പലപ്പോഴും അത് ശ്രദ്ധിക്കൂല. ഈ ചൂട് കാലത്ത് ആളുകൾ പുറത്തുനിന്ന് കയറി വന്ന് ഫ്രിഡ്ജാണ് തുറക്കുക, ബോട്ടിലിന് എടുക്കുക, അങ്ങോട്ട് തുറക്കുക, ഒരൊറ്റ ഒഴിക്കലാണ്. അതങ്ങോട്ട് തീരല കണക്ക്. കള 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 കളകളോന്നാണ് പോകും. നമ്മളെ കുട്ടികളും എല്ലാവരും അങ്ങനെയാണ് കുടിക്കുക. ദാഹമൊക്കെ തീർന്നിട്ടാ പിന്നെ ആലോചിക്കുക ഹായ്ന്ന്. അള്ളാൻ്റെ റസൂൽ എന്താ പറഞ്ഞത്? നിങ്ങൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ നിർത്തി നിർത്തി കുടിക്കണം, ശ്വാസം വിട്ട് കുടിക്കണം. അപ്പം അങ്ങനെ ശ്വാസം വിട്ട് കുടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്ലാസ്സിലേക്ക് വെള്ളം എടുത്തിട്ട് നമ്മളിങ്ങനെ അതിൽ തന്നെ അങ്ങനെ ശ്വാസം വിടരുത്. അപ്പം എന്ത് ചെയ്യണം? കുറച്ച് കുടിക്കുക, ഗ്ലാസ് മാറ്റി വെക്കുക, വായിൽ നിന്നും മൂക്കിൽ നിന്നും മാറ്റി പിടിക്കുക, ശ്വാസം വിടുക. കാരണം ആ കുടിക്കുന്ന അവസരത്തിൽ തന്നെ അവൻ്റെ വായിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന, മൂക്കിലൂടെ അവൻ ശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ഉച്ഛ്വാസ വായു അവൻ ബ്രീത്ത് ചെയ്യുമ്പോൾ അതവൻ കുടിക്കുന്ന പാനീയത്തിൽ വരുന്നത്, അവൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ വരുന്നത് ആരോഗ്യപരമായി തന്നെ തകരാറുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. ആർക്കും സംശയമില്ലല്ലോ. അതാണല്ലോ ചൂടുണ്ടെങ്കിൽ നിങ്ങൾ ചൂടോടുകൂടി ഭക്ഷണം കഴിക്കണ്ട എന്ന് പറയുന്നത്. പിന്നെ എന്ത് ചെയ്യണം? മറ്റൊരു ഗ്ലാസ്സിലേക്ക് പകർന്നുകൊണ്ട് ആറ്റി കുടിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ കാണിച്ചിട്ട് അതൊന്നിങ്ങനെ കുറച്ച് തണുപ്പിക്കാൻ നോക്കണം. അല്ലെങ്കിൽ ഫാനുള്ളടത്ത് എ സിയുള്ളടത്തൊക്കെ ഒന്നിങ്ങനെ അടുത്തൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യണം. എന്നാലും എന്ത് ചെയ്യരുത്? അതിലിങ്ങനെ ഊതി കുടിക്കരുത്. എന്തെങ്കിലും അതിൽ ചെറിയ കരടോ പ്രാണിയൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ഊതിക്കളയാതെ കൈ കൊണ്ട് വൃത്തിയായിട്ടുള്ള കൈ കൊണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുക്കൾ അല്പം ചരിച്ചിട്ടോ ഒക്കെ നോക്കൂ. നിങ്ങൾ എന്താണ് ഈ ഇസ്ലാമിന് പറയാൻ ബാക്കി? കുടിക്കുന്ന പാനീയം, കഴിക്കുന്ന ഭക്ഷണം, അതിലേക്ക് ശ്വാസം വീഴ്ത്തുന്ന ആ ഒരു രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കാൻ പറഞ്ഞു. അപ്പോൾ ഇസ്ലാം എന്ത് പറഞ്ഞു? കുടിക്കുന്ന വെള്ളത്തിൽ നിങ്ങൾ ഊതണ്ട. അതിലേക്ക് തനഫസ എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ് ആണ്. ഇനി നഫ്ഹും വിരോധിച്ചിട്ടുണ്ട്. അതിലേക്ക് ഊതരുത്. നമ്മൾ ചൂടാറ്റി കുടിക്കാൻ വേണ്ടി ഇങ്ങനെ ഊതി കുടിക്കുക, ആ വിധത്തിലൊക്കെ ഉള്ളത് ഇസ്ലാം നമുക്ക് വിരോധിച്ചിരിക്കുകയാണ്. അങ്ങനെ ചെയ്യരുത്. അതേ അവസരത്തിൽ പിന്നെ ഇത് ഊതുന്ന കാര്യത്തിൽ മാത്രമല്ല വിശ്വാസികളോട് ശ്രദ്ധിക്കാൻ പറഞ്ഞത്, ഒരാൾ തുമ്മുന്ന വേളയിൽ പോലും അതൊന്ന് അടക്കി പിടിക്കാൻ ഇസ്ലാം എന്തുകൊണ്ടാണ് പറഞ്ഞത്? അപ്പോൾ നമ്മൾ കൊറോണ കാലഘട്ടത്തിലാണ് ഇതൊക്കെ നന്നായി പഠിച്ചത്. കൊറോണയുടെ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആളുകൾ തുമ്മുമ്പോൾ, ശ്വാസമയക്കുമ്പോൾ, അതുകൊണ്ടൊക്കെ ഇവിടെ സംഭവിക്കുന്ന ഒരു തുമ്മലിലൂടെ പുറത്തേക്ക് നമ്മൾ തള്ളിക്കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് രോഗാണുക്കളെ മൈക്രോസ്കോപ്പുകളുടെ സഹായത്തോടുകൂടെ നമുക്ക് വലുതാക്കി കാണിച്ചു തന്നിരുന്നു. നമ്മൾ കണ്ടിരുന്നു. എന്നിട്ട് അതിങ്ങനെ റൂമിൽ പോയിട്ട് ചുമരുമ്മ തട്ടി നേരെ ഇങ്ങോട്ടെന്നെ വന്ന് നമ്മളെ കയ്യമ്മൽ നമ്മൾ നമ്മൾ കയ്യിലേക്കാണ് തുമ്മുമ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫോൺ പിടിക്കുന്നു. അതുപോലെ നമ്മൾ ആ ഡോറിൻ്റെ പിന്നെ ഹാൻഡ് ലോക്ക് പിടിക്കുന്നു. അത് വേറൊരാൾ വന്ന് പിടിക്കുന്നു. എന്തൊക്കെയാ നമ്മൾക്ക് കാണിച്ചു തന്നത്? കുറച്ച് പർവ്വതീകരിച്ചതാണെങ്കിലും അതിലൊക്കെ ഒരു വശങ്ങളില്ലേ, സ്വാഭാവികമായിട്ടും അതിലുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്ലാം എന്തു പറഞ്ഞു? ഇസ്ലാം മനുഷ്യരോട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ
ഉപദ്രവം ഉണ്ടാക്കുന്ന നിലക്ക്, മനുഷ്യന് പ്രയാസം ഉണ്ടാക്കുന്ന നിലക്ക്, അത് താൻ കുടിക്കുന്ന പാനീയത്തിലേക്കോ വെള്ളത്തിലേക്കോ ആണെങ്കിലും മറ്റൊരാൾക്ക് കുടിക്കുന്ന പാനീയത്തിലേക്കോ വെള്ളത്തിലേക്കോ ഒക്കെ ആണെങ്കിലും അങ്ങനെ ശ്വാസം അയക്കുന്നതും മറ്റു കാര്യങ്ങളുമൊക്കെ ശ്രദ്ധിക്കണം. അതൊക്കെ ഇസ്ലാമിന് വലിയ കൃത്യവും കണിശവുമായ വ്യക്തമായ നിലക്കുള്ള നിയമങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ തുമ്മിയിട്ട് നമ്മളെ കയ്യിൽ നമ്മളെ കഫത്തിൻ്റെ ഇതൊക്കെ നമ്മൾ കഴുകിയിട്ടില്ല. നമ്മൾ ആ കൈ കൊണ്ട് ഒരാളെ ഷൈക്കൻ്റെ കൊടുക്കാൻ നമ്മൾ അറിഞ്ഞുകൊണ്ട് പോകരുത്. ഷൈക്കൻ്റെ സ്വീകരിക്കുന്ന ആൾക്കത് അറിയില്ലല്ലോ. നമ്മളിപ്പോൾ തുമ്മിയിട്ട് ഇങ്ങോട്ട് തുടച്ചിട്ടുണ്ടാവും. ഈ തുടച്ചിട്ട് ഇതും കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, പള്ളിയിൽ നേരെ കാർപ്പറ്റിൽക്കാണ്ട് സുജൂദിൽക്കാണ്ട് പോവുകയാണ്. ആ സുജൂദിൻ്റെ സ്ഥാനത്താണ് രണ്ടാമത്തെ സുജൂദാവുമ്പോൾ അപ്പുറത്തുള്ളവൻ കൈവെക്കണത്. അല്ലെങ്കിൽ നമ്മൾ ആ കൈ വെച്ചോടത്താണ് വേറൊരാൾ വന്നിട്ട് സുജൂദ് ചെയ്യുമ്പോൾ അയാളെ മൂക്ക് വെക്കണത്. ഇതൊന്നും അറിഞ്ഞുകൊണ്ട് ഒരാൾ ചെയ്യാൻ പാടില്ല, ഈ കാലഘട്ടത്തിലൊക്കെ പ്രത്യേകിച്ചും. ഇന്നൊക്കെ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്. ഒരു കയ്യിലൊരു ടിഷ്യൂ കൈ പിടിച്ചൂടെ? എന്താ തുമ്മുമ്പോൾ അതിലേക്ക് തുമ്മിയാൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെ തുമ്മാൻ പറഞ്ഞില്ലേ, എന്നാലും നമ്മളെ കയ്യുമാകുന്നില്ല, പള്ളിയിലാകുന്നില്ല. ഇതൊക്കെ പലയിടങ്ങളിലും ആരോഗ്യവകുപ്പ് പറഞ്ഞു കഴിഞ്ഞു. കാർപ്പറ്റ് സിസ്റ്റം മാറ്റലാണ് നല്ലത്, വിനോളി സിസ്റ്റമാണ് നല്ലത്. ക്ലീനാക്കിയാൽ ക്ലീനാവുമല്ലോ, കാർപ്പറ്റിൽ എത്ര ക്ലീനാക്കിയാലും ക്ലീനാവൂലല്ലോ എന്നൊക്കെ അഭിപ്രായങ്ങൾ ഇന്ന് ആരോഗ്യ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രത്തോളം സൂക്ഷ്മതയ്ക്ക് ആളുകൾ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാം കൂടി ഇപ്പം നമുക്ക് ശ്രദ്ധിക്കാനാവില്ലെങ്കിലും അവനവൻ്റെ കാര്യം ശ്രദ്ധിച്ചൂടെ? ഞാൻ അറിഞ്ഞുകൊണ്ട് എനിക്കൊരു ജലദോഷമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഞാൻ തുമ്മിയതിൻ്റെയോ അല്ലെങ്കിൽ ചുമച്ചതിൻ്റെയോ ഒക്കെ പാടുകളുണ്ട്, അത് ഞാൻ കഴുകാതെ, സോപ്പിട്ട് കഴുകാതെ വേറൊരാൾക്ക് പോയിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഷൈക്കൊണ്ട് കൊടുക്കണ്ട. ഷൈക്കൻ്റെ കൂട്ടത്തിലേക്ക് ഒന്നും വരാമല്ലോ, ഒരു സുന്നത്തല്ലേ. അയാൾക്ക് നമ്മളായിട്ട് എന്തിനാ ഒരു ഇത് അങ്ങോട്ട് പകർന്നു കൊടുക്കണത്? അറിഞ്ഞുകൊണ്ട്. അതൊക്കെ ഇപ്പോൾ സംഭവിക്കുക. നമ്മളങ്ങനെ സംഭവിച്ചു, നമ്മൾ തന്നെ മറന്നിട്ട് നമ്മളെ കണ്ണിൽ തന്നെ നമ്മൾ തോണ്ടും, നമ്മളെ മൂക്കിൽ തന്നെ കൈയിടും, നമ്മളെ വായിൽ തന്നെ കൈയിടും. അതൊക്കെ വേറെ വിഷയമാണ്. നേരെ മറിച്ച് അറിഞ്ഞുകൊണ്ട് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ വേഗം എന്താ നമ്മൾ വേണ്ടത്? സോപ്പിട്ട് കൈ കഴുകണം. അതൊക്കെ ഒരു നല്ല സിസ്റ്റാണ്, ഇസ്ലാം പറഞ്ഞതാണ്, വൃത്തി ഇസ്ലാമിൻ്റെ ഭാഗമാണ്. അപ്പം അതൊക്കെ നമുക്ക് മാത്രമല്ല മറ്റുള്ളവരിലേക്കും ഒരു ഷർറ് പടരാതിരിക്കാൻ വിശ്വാസികളെപ്പോഴും എന്ത് ചെയ്യേണ്ടതുണ്ട്? ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് വളരെ കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വ്യക്തമായി തന്നെ പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. കണ്ടോ, ഇബ്നു ഹജർ അൽ അസ്കലാനി റഹ്മഹുല്ല എത്ര നൂറ്റാണ്ട് കാലം മുമ്പ് ജീവിച്ച മഹാനാണ്. അദ്ദേഹം പറയുന്നത് നോക്കൂ, വഹാദൻ നഹിയു ലി തഅദ്ദുബി, ഇത് മുസ്ലിമീങ്ങൾക്ക്, ഇത് വിശ്വാസികൾക്ക് അള്ളാഹു അദബ് പഠിപ്പിക്കുകയാണ്. എന്തിനുള്ള അദബ്? ലി ഇറാദത്തിൽ മുബാലഗ ഫിൻ നളാഫ, വൃത്തിയുടെ കാര്യത്തിൽ അങ്ങേയറ്റം കെയർഫുള്ളായിരിക്കണം ഒരു മുസ്ലിം. ഇത് ഏത് കാലത്താണ് പറയണത് നോക്കണം. ഇബ്നു ഹജർ അൽ അസ്കലാനി റഹ്മഹുല്ലാ ഫത്ഹുൽ ബാരിയിൽ പറയാണ്. അപ്പോൾ വിശ്വാസി അത്രത്തോളം കണ്ടോ, ഇത് അദ്ദേഹം പറയണ. ഇനിയും നോക്ക്, ഖദ് യഖ്റുജു മഅൻ നഫസി, അവൻ്റെ ആ വായുവിലൂടെ പുറത്തു വരാൻ സാധ്യതയുണ്ടല്ലോ. ബുസാഖ്, തുപ്പുനീര് വരും. ഔ മുഖാത്തുൻ, അല്ലെങ്കിൽ മൂക്കട്ട എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഇതുണ്ടല്ലോ മൂക്കിൽ നിന്നൊരിക്കുന്ന അത് വരാം. ഔ ബുഖാറുൻ റദിയുൻ, അല്ലെങ്കിൽ മോശപ്പെട്ട ഏതെങ്കിലുമൊക്കെ വായു അവൻ പുറത്തേക്ക് വിടുന്നുണ്ട്. അങ്ങനെ അത് ചീത്തയായ മണം പോലും പുറത്തേക്ക് വിടുന്നുണ്ട്. ഫയതഖദ്ദറു ബിഹാ ഹുവ ഔ ഗൈറുഹു, അവനിക്ക് പോലും അത് വിഷമാണ്. നമ്മൾ തുമ്മുമ്പോൾ വരുന്നൊരു മണമുണ്ട്, തനിക്ക് തന്നെ സഹിക്കാനാകുന്നില്ല, പിന്നെ മറ്റുള്ളവർക്ക് അത് സഹിക്കാൻ കഴിയുമോ? അതല്ലേ വെള്ളത്തിലേക്ക് പോകുന്നത്, അതല്ലേ ഭക്ഷണത്തിലേക്ക് വീഴുന്നത്. അപ്പം ശ്രദ്ധിക്കണ്ടേ. ഇത് കൊറോണ എന്നും വരുന്നതിൻ്റെ ഒക്കെ ഉള്ള മുമ്പുള്ള കാലത്ത് പറഞ്ഞത്. ഇത് ഹിജറ ഏത് കാലത്താ? 7-ാം നൂറ്റാണ്ടിൽ 6-ാം നൂറ്റാണ്ടിലൊക്കെ പിന്നെ ഹിജറ 600-ൻ്റെ 700-ൻ്റെ ഒക്കെ കാലത്ത് ജീവിച്ച മഹാനാണ് ഇബ്നു ഹജർ അൽ അസ്കലാനി റഹ്മഹുല്ലാ. എത്ര വ്യക്തമാണ്. അപ്പം ഇസ്ലാമിന് ഈ കാര്യത്തിലൊക്കെ വളരെ കണിശവും വ്യക്തവുമായ നിയമങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിൽ ഊതലും നിരോധിക്കപ്പെട്ട കാര്യം തന്നെയാണ് എന്ന്. അപ്പോൾ ഇരുന്നൊരു ഹറാമാണെന്ന് പറയാനാവില്ലെങ്കിലും ഇതൊക്കെ ഒരു വിശ്വാസികളുടെ അവരുടെ മര്യാദ എന്നുള്ള നിലക്ക് അവർ പാലിക്കേണ്ട സംഗതികൾ തന്നെയാണ്. അതൊക്കെയാണ് ഇസ്ലാമികമായിട്ട് അതിൻ്റെ ഒരു മര്യാദയായിട്ട് അവരെപ്പോഴും അവരുടെ ജീവിതത്തിൽ അവർ കാത്തു സൂക്ഷിക്കണം. ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞത്. ഏത് മര്യാദകളും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഉപകാരപ്രദമാണ്. എല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അത് നമ്മുടേതായ ജീവിതത്തിലേക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇംപ്ലിമെൻ്റ് ചെയ്യുന്നിടത്ത്, പ്രയോഗവൽക്കരിക്കുന്നിടത്ത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, എൻ്റെ റസൂല് എനിക്ക് ഇങ്ങനെ പഠിപ്പിച്ചു തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് ചെയ്യുന്നത്, എൻ്റെ റബ്ബിൽ നിന്നുള്ള പ്രതിഫലത്തിന് വേണ്ടിയാണ് എന്ന ഉദ്ദേശം കൂടിയുണ്ടെങ്കിൽ ദുന്യാവിൽ വൃത്തി കിട്ടുന്നു എന്നതിലപ്പുറം പരലോകത്തതൊരു നന്മയും കൂടിയായി മാറും.
അതാണ് നമുക്കതിലൂടെ ലഭിക്കുന്ന വലിയ നേട്ടം എന്നുകൂടി മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ച കാര്യങ്ങൾ നേരറിഞ്ഞ് പ്രവർത്തിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.